ഈ ടീച്ചേഴ്സൊക്കെ എ ഐനെ പറ്റിയിട്ട് ടീച്ചേഴ്സ് സ്കൂളുകളൊക്കെ കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ഒരു സംശയമാണ്, ഇത് ഒരിക്കൽ ക്രിയേറ്റ് ചെയ്താൽ മതിയോ എന്നുള്ളത്. പോരാ. റെഗുലറായിട്ട് നമ്മളതിനെ ട്രെയിൻ ചെയ്യണം എന്ന് വെച്ചാൽ ഡെയിലി ചെയ്യണം എന്നല്ല, ഒരു വീക്ക്ലി മന്ത്ലി ഒക്കെ അതിന് പ്രോപ്പറായിട്ട് എല്ലാ ഉത്തരങ്ങളും അത് പ്രോപ്പറായിട്ട് തന്നെയാണ് കൊടുക്കുന്നതെന്നൊരു ഒരു 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 ഓവറോൾ ഒരു അംബ്രല്ല മോണിറ്ററിങ് അതിന് കൊടുക്കുന്നതല്ലാണ്, കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഫീഡ്ബാക്സ് എടുക്കുന്നതല്ലാണ്. അതിനനുസരിച്ചിട്ട് ഇത് ഇതിൻ്റെ ഒരു ഒരു ഇൻട്രാക്ട് ചെയ്യുന്ന രീതി ആയാലും, അത് നോളജ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി ആയാലും, അതിന് നമ്മൾ കൊടുത്തിട്ടുള്ള നോളജ് ആയാലും ഒക്കെ ഒന്ന് റീട്രെയിൻ ചെയ്യുന്നത് നല്ലതാണ്, വിത്തൗട്ട് ടേക്കിംഗ് മച്ച് ടൈം. അതിനധികം സമയമൊന്നും എടുക്കാൻ പോകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആക്യുറസി ഇഷ്യൂസ് ഉണ്ടാവരുത്. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിവരങ്ങൾക്ക് കോൺട്രഡിക്ടറി ആയിട്ടുള്ള മറുപടികൾ നമ്മുടെ എക്കോ എ ഐ കൊടുക്കരുത്, നമ്മളുടെ എ അവതാർ കൊടുക്കരുത്. അപ്പം അങ്ങനെയാകുമ്പോൾ ടീച്ചർ പറയുന്നു ഒന്നും ടീച്ചറുടെ എ ഐ അവതാർ പറയുന്നു ഒന്ന് എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഓൾറെഡി കുട്ടികൾ പല സോഴ്സുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഒരു ടീച്ചർ ഉണ്ടാവും, ഒരു ട്യൂഷൻ ടീച്ചർ ഉണ്ടാവും, പിന്നെ മറ്റേ ജനറൽ പർപ്പസ് എ ഐ യൂസ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഗൈഡുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പല ഭാഗത്തുനിന്ന് പല ഇൻഫർമേഷൻ വരുമ്പോൾ തെറ്റായ ഇൻഫർമേഷൻ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വന്ന് കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ അക്യുറസി ഇഷ്യൂസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അക്യുറസി ഇഷ്യൂസ് ഇല്ലാത്തിടത്തോളം യോ ഗുഡ് ടു ഗോ. അല്ലാതെ അതിൻ്റെ ടെക്കിനെ പറ്റി ആലോചിക്കുകയോ അതിൻ്റെ സൗണ്ട് ബെറ്റർ ആക്കണം എന്ന് ആലോചിക്കുകയോ ഒന്നും നമ്മൾ വേണ്ട. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ടീച്ചർ അവൈലബിൾ അല്ലാത്ത സമയത്ത് ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുക, ഒരു പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ കിട്ടുക എന്നുള്ളതാണ്. മാത്രമല്ല കുട്ടികൾക്ക് ഒരു ഹിൻഡ്രൻസും ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. ഒരു ടീച്ചറുടെ എ ഐ അവതാറിനോട് സംസാരിക്കുന്ന സമയത്ത് പ്രൈവസി കീപ്പ് ചെയ്യാനും പറ്റും. ഏത് കുട്ടി എന്ത് ചോദ്യം ചോദിച്ചതെന്ന് ടീച്ചർ അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഉത്തരം തെറ്റാണോ എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ടി വരും. അത് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഫീഡ്ബാക്ക് എടുക്കേണ്ടി വരും. നമുക്കും അത് കാണാൻ സാധിക്കും. ഏത് കുട്ടി എന്ത് ചോദ്യം ചോദിച്ചു എന്ന് കാണേണ്ട കാര്യമില്ലെങ്കിലും ഏതൊക്കെ ചോദ്യങ്ങൾ വന്നു, എന്തൊക്കെ ഉത്തരങ്ങൾ കൊടുത്തു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഒരു ഓവറോൾ മോണിറ്ററിങ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനും ഇത് ഭയങ്കര ഹെൽപ്ഫുൾ. ഇത് ട്രൈ ചെയ്തിട്ടുള്ള ടീച്ചേഴ്സിന് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അനുഭവത്തിൽ മെൻ്റൽ ഹെൽത്ത് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന, അത് ടീച്ചേഴ്സ് അല്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു കോൺസെപ്റ്റിന് വേണ്ടി പറഞ്ഞപ്പോൾ ഇത് അവർക്കും സ്യൂട്ടബിൾ ആണ്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന ആളുകൾ അവർ അവൈലബിൾ അല്ലാത്ത സമയത്ത്, അവർ ഉറങ്ങുന്ന സമയത്തൊക്കെ അവരെ പോലെ തന്നെ ചാറ്റ് ചെയ്യുന്ന അവരുടെ ഒരു അവതാർ എന്നുള്ള നിലയ്ക്ക് അവരുടെ ക്ലയൻസിന് യൂസ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. എഗെയിൻ അവിടെയും ഇത് അവരല്ല, അവരുടെ അവതാറാണെന്നുള്ള പൂർണ്ണമായ ബോധ്യം ഉണ്ടായിരിക്കണം. പക്ഷെ ഈ ഇത്തരം തെറാപ്പി സെഷൻസ് എടുക്കുന്നവർക്ക് ഇതൊരു ഭയങ്കര റിലീഫ് ആയിരിക്കും. കാരണം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ഏറ്റവും വലിയ അവരുടെ ഒരു സ്ട്രെസ് ഇഷ്യൂ എന്ന് പറയുന്നത് അവർ അവൈലബിൾ അല്ലാത്ത സമയത്ത് അവരുടെ ക്ലയൻസിന് അവരുടെ ആവശ്യം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതിനൊരു പരിധി വരെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്കിത് പറ്റും. അഗെയിൻ ആ വ്യക്തിയെ പോലെ ഇത് അഡ്രസ്സ് ചെയ്യുന്നു നമ്മൾ പറയുന്നുമില്ല, ആ രീതിയിൽ ഇതിനെ കൊണ്ടുപോവുക വേണ്ട. പക്ഷെ വലിയൊരു അളവിൽ ആ സെഷൻസ് എടുക്കുന്ന ആളുകൾക്ക്, ടീച്ചേഴ്സിന്, പ്രൊഫസേഴ്സിന്, ലെക്ചറേഴ്സിനൊക്കെ ഒരു മെൻ്റൽ റിലീഫ് കൊടുക്കാൻ പറ്റും. അതായത് ഞാൻ പ്രോപ്പറായിട്ട് ഒരു സോഴ്സിനെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സോഴ്സ്, ആ ഒരു എ ഐ അവതാർ എൻ്റെ എല്ലാ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമല്ലോ എന്നുള്ള ഒരു സമാധാനം ഉണ്ടാവും.